അടിസ്ഥാന കാര്യങ്ങൾ ഇല്ലാത്തവരെയാണ് സർക്കാർ അതിദരിദ്രരായി കണ്ടത്. ഭക്ഷണം, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്തവർ. ആരോഗ്യം, ആവശ്യമായ ചികിത്സ ലഭിക്കാത്തവർ. വരുമാനം, സ്ഥിരമായ ഒരു ഉപജീവന മാർഗം ഇല്ലാത്തവർ. വാസസ്ഥലം, സുരക്ഷിതമായ ഒരു വീടില്ലാത്തവർ. ഈ 4 കാര്യങ്ങളിൽ ഒന്നെങ്കിലും ഇല്ലാത്ത അതിജീവനം പോലും സാധ്യമല്ലാത്തവരെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. കേരളത്തിന്റെ ഈ പദ്ധതിയുടെ വിജയരഹസ്യം ഒരൊറ്റ വാക്കിൽ പറയാം: മൈക്രോ പ്ലാൻ. എന്താണിത്? എല്ലാവർക്കും ഒരേ സഹായം നൽകുന്നതിനു പകരം ഓരോ കുടുംബത്തിന്റെയും പ്രശ്നം എന്താണെന്ന് പ്രത്യേകം പഠിച്ച് അവർക്ക് വേണ്ട സഹായം മാത്രം നൽകുന്ന രീതി. ഇതായിരുന്നു യഥാർത്ഥ ഗെയിം ചേഞ്ചർ. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ഒരു കുടുംബത്തിന്റെ പ്രശ്നം റേഷൻ കാർഡ് ഇല്ലാത്തതുകൊണ്ട് ഭക്ഷണം കിട്ടാത്തതാണെങ്കിൽ ഉദ്യോഗസ്ഥർ അവർക്ക് അടിയന്തരമായ റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. മറ്റൊരാളുടെ പ്രശ്നം ആധാർ കാർഡ് ഇല്ലാത്തതുകൊണ്ട് പെൻഷൻ മുടങ്ങുന്നതാണെങ്കിൽ പ്രത്യേക ക്യാമ്പ് നടത്തി രേഖകൾ ശരിയാക്കി. ചികിത്സിക്കാൻ പണമില്ലാത്തവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ നൽകി സൗജന്യ ചികിത്സ ഉറപ്പാക്കി. ജോലിയില്ലാത്തവർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിലോ മറ്റ് നൈപുണ്യ വികസന പദ്ധതികളിലോ അംഗങ്ങളാക്കി. വീടില്ലാത്തവരെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധിപ്പിച്ചു. അതായത് ഓരോ പൂട്ടും തുറക്കാൻ അതിന് ചേർന്ന താക്കോൽ ഉപയോഗിച്ചു. ഓരോ കുടുംബവും ഒരു യൂണിറ്റായി പരിഗണിച്ച് അവരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുന്നത് വരെ സർക്കാർ ഒപ്പമുണ്ടായിരുന്നു. ഈ മൈക്രോ പ്ലാനുകൾ എങ്ങനെയാണ് നടപ്പിലാക്കിയത്? ഇവിടെയാണ് കേരള മോഡലിന്റെ കരുത്ത് നമ്മൾ കാണുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിരുന്നു ഇതിന്റെ നട്ടെല്ല്. ഓരോ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഇവരുടെ പരിധിയിലുള്ള അതിദരിദ്ര കുടുംബങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. വിവിധ സർക്കാർ വകുപ്പുകൾ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നു. പുതിയ പദ്ധതികൾ തുടങ്ങുകയായിരുന്നില്ല ഇവിടെ ചെയ്തത്, മറിച്ച് നിലവിലുള്ള എല്ലാ സർക്കാർ സഹായങ്ങളെയും അർഹതപ്പെട്ടവരിലേക്ക് വഴിതെറ്റാതെ എത്തിക്കുകയായിരുന്നു. പലർക്കും ഇത്തരം പദ്ധതികളെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആവശ്യമായ രേഖകൾ ഉണ്ടായിരുന്നില്ല. ആ വിടവ് നികത്തുകയാണ് സർക്കാർ ചെയ്തത്. അപ്പോൾ കേരളം എങ്ങനെ ഈ നേട്ടം കൈവരിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്: കൃത്യമായ കണ്ടെത്തൽ. ആരാണ് സഹായം ആവശ്യമുള്ളവർ എന്ന് ശാസ്ത്രീയമായി തിരിച്ചറിഞ്ഞു. വ്യക്തിഗത പരിഹാരം, ഓരോ കുടുംബത്തിനും വേണ്ട സഹായം എന്താണെന്ന് മനസ്സിലാക്കി മൈക്രോ പ്ലാനുകൾ ഉണ്ടാക്കി. കൂട്ടായ പ്രവർത്തനം, തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും ഒരുമിപ്പിച്ച് ആ പ്ലാനുകൾ നടപ്പിലാക്കി. ഇതൊരു രാഷ്ട്രീയ നേട്ടത്തിനപ്പുറം ഒരു നാടിന്റെ മനുഷ്യത്വത്തിന്റെയും കൂട്ടായ്മയുടെയും വിജയമാണ്. ഏറ്റവും താഴെ തട്ടിലുള്ള ഒരാളെ പോലും കൈപിടിച്ചുയർത്താൻ ഒരു നാട് ഒരുമിച്ച് നിന്നാൽ എന്ത് അത്ഭുതവും സൃഷ്ടിക്കാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതിദരിദ്രരില്ലാത്ത നമ്മുടെ കേരളം. ഈ നേട്ടം എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രശംസിക്കപ്പെട്ടത്? ഒന്നാമതായി, ഇന്ത്യയിൽ ഈ ലക്ഷ്യം കൈവരിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ലോകത്ത് തന്നെ ഈ നേട്ടം കൈവരിക്കുന്ന 2ാമത്തെ പ്രദേശം. ഇത് കേരള മോഡലിന്റെ ഏറ്റവും പുതിയ വിജയഗാഥയാണ്. നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് 2021 തന്നെ കേരളത്തിലെ ദരിദ്രരുടെ എണ്ണം വെറും 0.7%. ആ ചെറിയ ശതമാനത്തെ പോലും ചേർത്ത് പിടിച്ച് മുകളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു എന്നതാണ് ഈ നേട്ടത്തെ വേറിട്ടു നിർത്തുന്നത്.